ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമുക്കിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നുള്ള ചോറും മുട്ടയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന റെസിപ്പി തയ്യാറാക്കാം. വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞ ഓയിലാണ് ഞാനിപ്പോൾ ഈ പൊറോട്ട റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് കണ്ടു നോക്കാം. നമുക്ക് ഒത്തിരി പൊറോട്ട കിട്ടും ഒരു കപ്പ് പൊടി ഉണ്ടെങ്കിൽ. അപ്പോൾ എന്താണെന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ടാണോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ മട്ടരിയുടെ ചോറാണ് എടുത്തിട്ടിരിക്കുന്നത്. ഇനി നമുക്കിതിനൊരു മിക്സിയുടെ ജാറിൽ ഇടാമേ. അതിനുശേഷം നമുക്കിതിൽ ആവശ്യമുള്ളത് ഒരു കോഴിമുട്ടയാണ്. അത് ഞാൻ ഇപ്പോൾ പൊട്ടിച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് അരച്ച് വരാം. ഇപ്പം ഞാനിതിൽ ഉപ്പൊന്നും ചേർക്കുന്നില്ല, അങ്ങനെ തന്നെ അരച്ച് വരികയാണ് ചെയ്യുന്നത്. നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒഴിക്കാം. ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാമേ. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാമേ, എല്ലായിടത്തും ഉപ്പ് എത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എല്ലായിടത്തും ഉപ്പ് ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇപ്പോൾ ചേർക്കുന്നത്. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. കട്ടകളില്ലാതെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി കൈ വെച്ചിട്ട് വേണം നമുക്ക് മിക്സാക്കി എടുക്കാനായിട്ട്. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. നല്ല ടൈറ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. 1 കപ്പ് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണും നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം. ടൈറ്റാണെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. നല്ലവണ്ണം ഞാൻ മിക്സാക്കിയിട്ട് കാണിക്കാം. നല്ലവണ്ണം ഞാൻ സോഫ്റ്റായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിനൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. നല്ലവണ്ണം ഒന്ന് പരത്തിയെടുക്കാം. ഞാൻ അങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് അല്പം ഓയിൽ ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. വളരെ കുറച്ച് മതി കേട്ടോ. അങ്ങനെ എല്ലായിടത്തും ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം. നമുക്കിതിന് മുകളിലോട്ട് അല്പം കോൺഫ്ലോർ, അത് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. എല്ലായിടത്തും ഇതേപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്താൽ മതി കേട്ടോ. ഇതേപോലെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നിങ്ങൾ എന്തായിട്ടും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. 1 കപ്പ് ചോറുണ്ടെങ്കിൽ കുറച്ച് ആട്ടപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെയിപ്പോൾ ഞാനിപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മടക്കിയെടുക്കണം. ഇതേപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് എടുക്കുന്നത് എല്ലാവർക്കും അറിയുമല്ലോ ഇങ്ങനെ റോൾ ചെയ്യാനായിട്ട്. ഇതേപോലെ ഒന്ന് റോൾ ചെയ്തിട്ടെടുത്താൽ മതി. ഇങ്ങനെ റോൾ ചെയ്തിട്ടെടുക്കാം. അങ്ങനെ റോൾ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കട്ടാക്കി എടുക്കണം. ഇതേപോലെ ഒന്ന് കട്ടാക്കി എടുത്താൽ മതി. കട്ടാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഓരോന്ന് ഇങ്ങനെ വെച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇങ്ങനെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ബാക്കിയുള്ളതെല്ലാം കൂടി ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക. ഉണ്ടല്ലോ ഇതിങ്ങനെ എല്ലാം കൂടി ഇതേപോലെ ചെയ്തെടുക്കുക. ഞാൻ എല്ലാം ഇതേപോലെ ആക്കി എടുത്തിട്ട് അതിന് മുകളിലിട്ട് അല്പം കൂടി ഓയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഇത് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോന്ന് എടുക്കുക ഇതിൽ നിന്ന്. ബാക്കിയുള്ളതാണ് തന്നെ വെച്ചാൽ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാമേ. ഇതേപോലെ കൈ കൊണ്ട് ആദ്യം ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ ഞാൻ ഇങ്ങനെ പരത്തി എടുത്തിട്ടുണ്ട്. നല്ല തിന്നായിട്ടാണ് ഞാനിപ്പോൾ പരത്തി എടുത്തിട്ടുള്ളത്, കണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഓരോന്നും ഇങ്ങനെ പരത്തിയെടുക്കാം. പാൻ വെച്ച് ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് അല്പം ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഓയിൽ. ഇത്രയും മതി. പരത്തി വെച്ചിട്ടുള്ള ഈ പൊറോട്ട ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒക്കെ മാറി വരുന്നുണ്ട്, നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതെല്ലാം നല്ല രീതിയിലൊന്ന് പൊരിഞ്ഞ് വരുന്നുണ്ട്. ആ സൈഡും ഇതേപോലെ ഒന്ന് കിട്ടണം. അപ്പോഴത്തേക്കും ഇതിലോട്ട് അല്പം ഒന്ന് ഓയിൽ ഇങ്ങനെ ബ്രഷ് കൊണ്ട് തടവി കൊടുക്കുക. തീ ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ വേവാതെ പെട്ടെന്ന് കരിഞ്ഞ് പോകും. തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമുക്കിങ്ങനെ ഒന്ന് ആക്കിയെടുക്കണം. അതിന് ശേഷം വേണം നമുക്കിതൊന്ന് അടിച്ചെടുക്കാനായിട്ട് കൈ കൊണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചോറും മുട്ട അതിൻ്റെ പേരിൽ. അപ്പോൾ നമുക്കിത് റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇത് എടുത്ത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഞാനൊന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി കൈ കൊണ്ട് ഇങ്ങനെ പൊറോട്ടയൊക്കെ അടിക്കുന്നില്ല, അതേപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ലെയറും കിട്ടും, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഉണ്ടല്ലോ ഇപ്പോൾ തന്നെ നല്ല ഒരു പൊടിഞ്ഞ് വരുന്നുണ്ട് അതിൻ്റെ ലെയർ, ഉള്ളിലത്തെ പപ്സ് പോലെ ആയിട്ട്.
കടല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊറോട്ടയൊക്കെ കഴിക്കണം എന്ന് തോന്നിയാൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.